ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് സെമ്മിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസേ നമുക്ക് അതിൽ നിന്ന് ചോദിക്കാനുള്ളൂ. ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന് ശേഷം അതൊന്നിരുന്ന് കാണുക. എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് വേറൊരു പ്രത്യേകതയൂടെയുണ്ട്. ഈ സെക്കൻഡ് മൊഡ്യൂളിലുള്ള ചില ക്വസ്റ്റ്യൻസ് ഇക്വേഷൻ പോലും ഉപയോഗിക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തിയറി ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഡിഫൈൻ റിസൾട്ടൻ്റ് ആൻഡ് ഇക്വിലിബ്രൻ്റ് ഓഫ് വെക്റ്റേഴ്സ്. എന്താണ് റിസൾട്ടൻറ്റും ഇക്വിലിബ്രൻറ്റും? വെക്റ്റേഴ്സ് എന്താണ് എന്ന് നമുക്കറിയുന്നതാണ്. ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെക്റ്റർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെക്റ്ററുകളുടെ റിസൾട്ടൻ്റ് എന്താണ്, ഇക്വിലിബ്രൻ്റ് എന്താണ് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം റിസൾട്ടൻ്റ് എന്താണെന്ന് നോക്കാം. റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ എ സിംഗിൾ വെക്റ്റർ വിച്ച് എലോൺ ക്യാൻ പ്രൊഡ്യൂസ് ദ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ദ ഒറിജിനൽ വെക്റ്റേഴ്സ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഞാൻ ഒരു ഒബ്ജക്റ്റിനെ നമ്മളൊരു 5 ന്യൂട്ടൺ കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് തള്ളുകയാണ്, വലത്ത് നിന്ന് ഇടത്തോട്ട് തള്ളുകയാണ്. അതുപോലെ തന്നെ വേറൊരു ഫോഴ്സ് കൂടി അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 3 ന്യൂട്ടൺ കൊടുത്തിട്ടും വലത്ത് നിന്ന് ഇടത്തോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ വശത്ത് നിന്ന് ഒരു 5 ന്യൂട്ടണും 3 ന്യൂട്ടണും കൂടി ആ ഒബ്ജക്റ്റിനെ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റിസൾട്ടൻ്റ് വെക്റ്റർ എന്ന് പറയുന്നത് 5ൻ്റെയും 3ൻ്റെയും കൂടി ഒരു കമ്പൈൻഡ് എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ വെക്റ്റർ ആയിരിക്കും. അത് 8 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ ആ 8 ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സിനെ നമുക്ക് റിസൾട്ടൻ്റ് വെക്റ്റർ എന്ന് വിളിക്കാം. മനസ്സിലായോ? 5ൻ്റെയും 3ൻ്റെയും കൂടി കമ്പൈൻഡ് എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ വെക്റ്റർ, അതിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് വെക്റ്റർ എന്ന് വിളിക്കുക. എ സിംഗിൾ വെക്റ്റർ വിച്ച് എലോൺ ക്യാൻ പ്രൊഡ്യൂസ് ദ കമ്പൈൻഡ് എഫക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇക്വിലിബ്രൻ്റ് എന്താണെന്ന് നോക്കാം. ഇക്വിലിബ്രൻ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഫോഴ്സസ് എന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്. ഒരു സെറ്റ് ഫോഴ്സുകളുടെ ഇക്വിലിബ്രൻ്റ്, ഒന്നിലധികം ഫോഴ്സുകളുടെ ഇക്വിലിബ്രൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ബോഡിയുടെ മേലെ കുറച്ച് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സുകൾ ആ ബോഡിയെ ഇക്വിലിബ്രിയത്തിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇക്വിലിബ്രൻ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്തായിരിക്കും ആ ഇക്വിലിബ്രൻ്റ് എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ പ്രത്യേകത? ആ ഫോഴ്സ് ബാക്കിയുള്ള ഫോഴ്സുകളുടെ കൂടെ കൂടുമ്പോൾ ആ ബോഡിയെ ഇക്വിലിബ്രിയത്തിൽ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രൻ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഇക്വിലിബ്രൻ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് ദ ഫോഴ്സ് വിച്ച് അലോങ് വിത്ത് ദ സെറ്റ് കീപ്സ് ദ ബോഡി ഇൻ ഇക്വിലിബ്രിയം. മറ്റ് ഫോഴ്സുകളുടെ കൂടെ കൂടുമ്പോൾ ബോഡിയെ ഇക്വിലിബ്രിയത്തിൽ പിടിച്ചു നിർത്തുന്ന ഫോഴ്സാണ് ഇക്വിലിബ്രൻ്റ്. ഓക്കെ, ഇനി ഇക്വിലിബ്രൻ്റിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇക്വിലിബ്രൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഡയറക്ഷൻ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റും ആയിരിക്കും. ഇവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ആ പിക്ചറിലേക്കൊന്ന് ശ്രദ്ധിക്കുക. അവിടെ പി ക്യൂ എന്ന് പറയുന്ന 2 ഫോഴ്സുകൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അവരുടെ റിസൾട്ടൻ്റാണ് ആർ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഡോട്ടഡ് ആയിട്ട് വരച്ച് കാണിച്ചിട്ടുള്ള ഒരു ഫോഴ്സ്. അതാണ് റിസൾട്ടൻ്റ്. ആ റിസൾട്ടൻറ്റിന് ഈക്വലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വേറൊരു ഫോഴ്സ് അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതാണ് ഇ. അങ്ങനെയാണെങ്കിൽ ഈ ഇ എന്ന് പറയുന്ന ഫോഴ്സാണ് ഇക്വിലിബ്രൻ്റ്. എന്താണ് ആ ഇ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ പ്രത്യേകത? ആ ഇ എന്ന് പറയുന്ന ഫോഴ്സ് പിയുടെയും ക്യൂയുടെയും കൂടെ കൂടുമ്പോൾ ഈ ബോഡിയെ ഇക്വിലിബ്രിയത്തിൽ കീപ്പ് ചെയ്യും. പിയുടെയും ക്യൂയുടെയും കൂടെ ചേരുമ്പോൾ ബോഡിയെ ഇക്വിലിബ്രിയത്തിൽ കീപ്പ് ചെയ്യുന്ന ഇ എന്ന ഫോഴ്സാണ് ഇവിടെ ഇക്വിലിബ്രൻ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്റ്റർ അഡിഷൻ. ട്രയാങ്കിൾ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ റിസൾട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് റിസൾട്ടൻ്റ്? 2 വെക്റ്റേഴ്സിൻ്റെ കമ്പൈൻഡ് എഫക്റ്റ് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ വെക്റ്ററിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് വിളിച്ചത്. ഇവിടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ട്രയാങ്കിൾ മെത്തേഡ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബോഡിയുടെ മേലെ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ആ 2 ഫോഴ്സുകൾ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2നെയും കൂടി കൂട്ടിയാൽ മതി. പക്ഷേ ഈ ഫോഴ്സുകൾ ഒരു ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിലോ? അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ മെത്തേഡ് ഉപയോഗിക്കും. എന്തിനു വേണ്ടി? റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്.
നോക്കാം. ഇവിടെ നമ്മുടെ രണ്ട് ഫോഴ്സുകൾ വരച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് വെക്റ്റേഴ്സ് വരച്ചു വെച്ചിട്ടുണ്ട്. പി ക്യൂ എന്ന് പറയുന്ന രണ്ട് വെക്റ്റേഴ്സ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ട്രയാങ്കിൾ മെത്തേഡ് വഴി നമ്മൾ ചെയ്യാൻ നോക്കാം. എ ബി എന്നാണ് നമ്മൾ പി എന്ന് പറയുന്ന വെക്ടറിന് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ പി എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന വെക്ടർ ഉണ്ട്. രണ്ടാളുടെയും ഇടയിൽ നമുക്ക് നോക്കിയാൽ കാണാം ഒരു ആംഗിളും ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പിയെ അതേപോലെ അവിടെ വെച്ചിട്ട് ക്യൂ എടുത്തിട്ട് പിയുടെ തലഭാഗത്ത് കൊണ്ടേ വെച്ചു. അപ്പോൾ എന്താ നമുക്ക് കാണാൻ പറ്റുക, ആ ക്യൂ എന്ന് പറയുന്ന വെക്ടറിനെ നമ്മൾ ബി സി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എ ബിയും ബി സിയും ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇനി നമുക്കിതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, പിയുടെയും ക്യൂയുടെയും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, എയിൽ നിന്ന് സിയിലേക്ക് ഒരു വെക്ടറിനെ വരയ്ക്കുകയാണ്. ഈ പിയും ക്യൂവും ഒരേ ഡയറക്ഷനിലാണ് വരച്ചിട്ടുള്ളത് എങ്കിൽ എയിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കുന്ന ആ വെക്ടറിനെ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരയ്ക്കുന്നത്, റിവേഴ്സ് ഡയറക്ഷനിലാണ് വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് എയിൽ നിന്ന് സിയിലേക്ക് വരച്ചത്. ഈ എയിൽ നിന്ന് സിയിലേക്ക് വരച്ച ഈ വെക്ടറാണ് പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ്. അപ്പോൾ ഇതാണ് ട്രയാങ്കിൾ മെത്തേഡ്. രണ്ട് വെക്റ്റേഴ്സിനെ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് കാണിച്ചാൽ ആ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡായിരിക്കും അവരുടെ റിസൾട്ടൻ്റ്. എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുക? ഇഫ് ടു വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബോത്ത് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ടേക്കൺ ഇൻ ഓർഡർ. ഒരു ഓർഡറിലല്ലേ ഇതെടുത്തിട്ടുള്ളത് പിയും ക്യൂവും. Their resultant is represented by the third side of the triangle taken in the reverse order. അവരുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ സൈഡാണ് ഇൻ റിവേഴ്സ് ഓർഡർ. ഇത്രയേ ഉള്ളൂ ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ചോദ്യത്തിനെ രണ്ട് പാർട്ടായിട്ടൊക്കെ കാണാറുണ്ട്. എന്തായാലും നമുക്കിതൊരു ടോപ്പിക്ക് പോലെ പഠിച്ചെടുക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ്. ഓക്കെ, ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ് സ്റ്റേറ്റ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ടു ഫോഴ്സസ് പി ആൻഡ് ക്യൂ ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ തീറ്റ. ഒരു തീറ്റ എന്ന ആംഗിളിൽ ആക്ട് ചെയ്യുന്ന പി ക്യൂ എന്ന രണ്ട് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, ആ ഫോഴ്സുകളുടെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടെത്തുക. ഡിസ്കസ് ദ കേസസ് ഫോർ തീറ്റ ഈസ് ഈക്വൽ ടു 0, 90 ആൻഡ് 180 ഡിഗ്രി. ഈ ആംഗിള്, ഈ രണ്ട് ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന തീറ്റ എന്ന ഈ ആംഗിള് 0 ആകുമ്പോഴും 90 ആകുമ്പോഴും 180 ആകുമ്പോഴും എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൂടെ ഡിസ്കസ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം ഓരോ പാർട്ടുകളായിട്ട് അങ്ങനെ ചെയ്തു പോവാം. ഏറ്റവും ആദ്യം ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ്. എന്താണ് ഫോഴ്സുകളുടെ പാരലലോഗ്രാം ലോ? പി ക്യൂ എന്ന രണ്ട് ഫോഴ്സുകൾ തീറ്റ എന്ന ആംഗിളിൽ ആക്ട് ചെയ്യുന്നു എന്നാണല്ലോ നമുക്ക് കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻ്റ് കണ്ടെത്താനുള്ള മറ്റൊരു മെത്തേഡാണ് ലോ ഓഫ് പാരലലോഗ്രാം. എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്? പി എയും ക്യൂ എയും ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് അഡ്ജസൻറ്റ് സൈഡുകളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഒരു പാരലലോഗ്രാമിൻ്റെ രണ്ട് സൈഡുകളായിട്ട് വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിയുടെയും ക്യൂയുടെയും റിസൾട്ടൻ്റ് ഈ പാരലലോഗ്രാമിൻ്റെ ഡയഗണലായിരിക്കും. അത് പിൻ്റെയും ക്യൂവിൻ്റെയും ഒരു കോമൺ പോയിന്റ് ഉണ്ടല്ലോ, ആ കോമൺ പോയിന്റിൽ നിന്ന് വരച്ച ഒരു ഡയഗണലായിരിക്കും പിയുടെയും ക്യൂയുടെയും റിസൾട്ടൻ്റ്. ഇതാണ് ലോ ഓഫ് പാരലലോഗ്രാം ഓഫ് ഫോഴ്സസ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ടു ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്. ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് കണ്ടെത്താനാണിത്. ഇതെങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇഫ് two forces acting at a point are represented in magnitude and direction by the two adjacent sides of a parallelogram drawn from the point. ആ പോയിന്റിൽ നിന്ന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനോട് കൂടിയിട്ട് രണ്ട് ഫോഴ്സുകളെ വരച്ചാൽ their resultant is represented both in magnitude and direction by the diagonal of the parallelogram drawn from the same point. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് ഈ പാരലലോഗ്രാമിൻ്റെ ഡയഗണലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. എങ്ങനെ വരക്കണം? ഡ്രോൺ ഫ്രം ദ സെയിം പോയിന്റ്. ആ കോമൺ പോയിന്റിൽ നിന്ന് വരച്ചിട്ടുള്ള ഒരു
ഡയഗണലാണ് ഇവരുടെ രണ്ടാളുടെയും റിസൾട്ടൻറ്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാൻ പറ്റുക നോക്കാം. നമ്മളത് ഡെറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഫിഗറിൽ ഒ എ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പി എന്ന ഫോഴ്സും ഒ ബി എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് ക്യൂ എന്ന ഫോഴ്സുമാണ്. ആ പിയും ക്യൂവും ആക്ട് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അതായത് പിയുടെയും ക്യൂയുടെയും ഇടയിലുള്ള ആംഗിളാണ് തീറ്റ. ഇതൊരു പാരലലോഗ്രാമിൻ്റെ രണ്ട് സൈഡുകളായിട്ട് വരച്ചിട്ടുണ്ട്. പി എയും ക്യൂ എയും പാരലലോഗ്രാമിൻ്റെ രണ്ട് സൈഡുകളായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് പ്രകാരം ഈ പിൻ്റെയും ക്യൂവിൻ്റെയും റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പാരലലോഗ്രാമിൻ്റെ ഡയഗണൽ എടുത്താൽ മതി. പോരെ? ഒ സി എന്ന ഈ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിയുടെയും ക്യൂയുടെയും റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ വരച്ചതിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത് നോക്കാം. ആദ്യം പാരലോഗ്രാം വരച്ചിട്ടുണ്ട്, എന്നിട്ട് ഒ സി എന്നത് വരച്ച് കാണിച്ചു. അതാണ് റിസൾട്ടൻറ്റ് 6. ഇനി ഈ ഒ എ എന്നതിനെ നമ്മൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. എന്നിട്ട് സിയിൽ നിന്ന് താഴേക്ക് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെയും ആംഗിൾ തീറ്റയായിരിക്കും. അത് നമുക്കറിയാവുന്നതാണ്. ഇനി ആൽഫ എന്ന് പറയുന്ന വേറൊരു ആംഗിൾ കൂടി ഇവിടെ ഉണ്ട്. ആൽഫ എന്ന് പറയുന്ന ആംഗിൾ പിൻ്റെയും ആറിൻ്റെയും ഇടയിലുള്ള ആംഗിളാണ്. അപ്പോൾ ഇത്രയാണ് ഫിഗറിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ ഫിഗർ കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണുള്ളത് ഒന്ന് എഴുതി വെക്കുക. ഒ എ പി ആണ്, ഒ ബി ക്യൂ ആണ്, ഒ സി ആറാണ്. നമുക്ക് ആ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ ഒ സിയുടെ വാല്യൂ കണ്ടെത്തുകയാണ് വേണ്ടത്. ഇനി തീറ്റ എന്നത് ആംഗിൾ ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്ന് നോക്കൂ. ആദ്യത്തെ പോയിന്റ്, ഫ്രം റൈറ്റ് ആംഗിൾ ടു ട്രയാംഗിൾ ഒ ഡി സി. ഇവിടെ ഒ ഡി സി എന്ന ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ട്രയാംഗിൾ ഒ ഡി സി. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് ആണ് ഒ സി അഥവാ ആർ എന്ന് പറയുന്ന ഇത്. അപ്പോൾ നമുക്ക് ഒ സി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൈതഗോറസ് തിയറം ഉപയോഗിക്കേണ്ടി വരൂലേ? അതാണ് നെക്സ്റ്റ് ലൈൻ. നമ്മളിവിടെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചു. ഒ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. ആരാണ് ഈ ഒ ഡി സ്ക്വയർ? ഇതാണ് ഒ ഡി സ്ക്വയർ. ഒ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഒ സിയുടെ സ്ക്വയർ അഥവാ ആറിൻ്റെ സ്ക്വയർ. അതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇനി ഒ ഡി സ്ക്വയറിനെ നമ്മൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്? ഒ എ പ്ലസ് എ ഡി എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാ ഒ എ പ്ലസ് എ ഡി ആണ് ഒ ഡി എന്ന് പറയുന്ന ആ ഒരു ലൈന്. അപ്പോൾ നമുക്ക് ഒ എ പ്ലസ് എ ഡി ഓൾ സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്ന് എഴുതാലോ. ഇനി ഈ ഒ എ പ്ലസ് എ ഡി സ്ക്വയറിനെ എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് പറയുന്നതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെയാണ് വരിക? ഒ എ സ്ക്വയർ പ്ലസ് 2 ഒ എ ഡി പ്ലസ് എ ഡി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2 എ ബി പ്ലസ് ബി സ്ക്വയർ എന്നെഴുതുന്നത് പോലെ. എന്തായിരിക്കും അടുത്ത ലൈന്? ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്താണെന്ന്. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്താണ്? നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ കിട്ടും. അത് എ സി സ്ക്വയർ ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എ സ്ക്വയർ പ്ലസ് 2 ഒ എ ഡി പ്ലസ് എ സി സ്ക്വയർ എന്നെഴുതാം. എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്നതിനെ ഒറ്റയടിക്ക് നമുക്ക് എ സി സ്ക്വയർ എന്നെഴുതാം. ഇനി നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഒ എ പി ആണ്, എ സിയും ഒ ബിയും, എ സിയും ഒ ബിയും ക്യൂ ആണ് എന്നതും നമുക്കറിയാം. അത് നമുക്ക് ഫിഗറിൽ നിന്ന് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. എ സിയും ഒ ബിയും ഈക്വൽ ആണ് എന്നുള്ളത്. പാരലലോഗ്രാം അല്ലേ. ഇനി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ എ എന്നുള്ളതിന് പകരം പി എന്നെഴുതി. 2 ഇൻറ്റു ഇവിടെയും ഒ എ ആയിരുന്നു, അതിനെ നമ്മൾ വീണ്ടും പി എന്ന് എഴുതിയിട്ടുണ്ട്. പി ഇൻറ്റു എ ഡി പ്ലസ് എ സി സ്ക്വയറിന് പകരം നമ്മൾ എന്തെഴുതി? ക്യൂ സ്ക്വയർ എന്നെഴുതി. ഇനി ഇവിടെ നമുക്ക് അറിയാത്തതായിട്ട് എ ഡി എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ മാത്രമല്ലേ ഉള്ളൂ. ആ എ ഡി കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആറ് കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ എ ഡി കണ്ടെത്തുക? ഇവിടെ ഈ ഒരു ഫിഗറിലേക്ക് നോക്കൂ. ഈ എ ഡി എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രയാങ്കിൾ കൂടി അവിടെ ഉണ്ട്. എ ഡി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൂടി അവിടെ ഉണ്ട്. ട്രയാങ്കിൾ എ ഡി സി എന്ന ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡല്ലേ എ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട്
ഫ്രം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ഡി സി. എ ഡി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൽ നിന്ന് എ ഡി എന്ന് പറയുന്ന സൈഡിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എ ഡി എന്നത് ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ? അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഇക്വേഷനിൽ വരുന്ന ഏത് ഐഡൻറ്റിറ്റിയാണുള്ളത്? അത് കോസ് തീറ്റയാണ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ആരാ? അത് എ ഡി ആണ്. എ ഡി ബൈ ഇവിടെ ഹൈപ്പോട്ട്ന്യൂസ് ആരാണ്? എ സി എന്ന് പറയുന്ന ലൈനാണ് ഇവിടെ ഹൈപ്പോട്ട്ന്യൂസ്. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എ ഡി ബൈ എ സി എന്ന് എഴുതാലോ? അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് എ ഡി നമുക്ക് കണ്ടെത്താം. എ ഡി എന്ന് പറഞ്ഞാൽ എ സിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എ സി കോസ് തീറ്റ എന്ന് കിട്ടൂലേ? അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു എ സി കോസ് തീറ്റയാണ്. എ സി എന്ന് വെച്ചാൽ അത് ക്യൂ ആണ്. നമ്മളിവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട് എ സിയും ഒ ബിയും ക്യൂ ആണ്. അതുകൊണ്ട് എ സി കോസ് തീറ്റ എന്നുള്ളതിന് പകരം നമുക്ക് ക്യൂ കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പം നമ്മൾ എ ഡി കണ്ടെത്തി കഴിഞ്ഞു. എ ഡി എന്നത് ക്യൂ കോസ് തീറ്റയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടത്തെ ഈ ഇക്വേഷനിൽ ഇതിനെ കൊണ്ടുപോയിട്ട് വെക്കാൻ പോവുകയാണ്. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഇതാ ഇവിടെ 2p എ ഡി എന്നുള്ളതിന് പകരം 2pq കോസ് തീറ്റ എന്നെഴുതി. അപ്പം നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആർ സ്ക്വയർ ആണ്. ഇവിടെ നിന്ന് മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ ആറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്? ഇത് ആർ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആറ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തേ പോരെ? അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ലൈനിൽ ചെയ്തിട്ടുള്ളത്. ആർ സ്ക്വയറിൽ നിന്ന് ആറ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു വലിയ ടേമിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടെത്തിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്? ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഇതാണ് മാഗ്നിറ്റ്യൂഡ്. ഇനി നമുക്ക് വേണ്ടത് ഡയറക്ഷനാണ്. റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്. ആ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൊറിസോണ്ടലുമായി ഈ റിസൾട്ടൻ്റ് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ എന്നുള്ളത് കണ്ടെത്തലാണ്. ഹൊറിസോണ്ടലുമായി റിസൾട്ടൻറ്റിൻ്റെ ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ ആരാണ്? അത് ആൽഫയാണ്. അപ്പോൾ ആൽഫ കണ്ടെത്തുക എന്നുള്ളതാണ് ഡയറക്ഷൻ കണ്ടെത്തുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൽഫ കാണാൻ പോവുകയാണ്. ഇഫ് ദ റിസൾട്ടൻറ്റ് ആർ മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ ഹൊറിസോണ്ടൽ. ആൽഫ ഭാഗമായിട്ട് വരുന്ന ട്രയാങ്കിൾ ഏതാണ്? ആൽഫ ഭാഗമായി വരുന്ന ട്രയാങ്കിൾ നമ്മൾ നേരത്തെ കണ്ട അതേ ട്രയാങ്കിളാണ്. അത് ഒ ഡി സി ആണ്. അപ്പോൾ നമ്മൾ ഫ്രം ദ ട്രയാങ്കിൾ ഒ ഡി സി അവിടെ നിന്ന് ആൽഫ കണ്ടെത്താൻ എളുപ്പമായിട്ടുള്ളൊരു മാർഗം ടാൻ ആൽഫ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടാൻ ആൽഫ എന്ന് വെച്ചാൽ അത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അതായത് സി ഡി ബൈ ഒ ഡി ആണ്. അപ്പോൾ നമ്മളത് എഴുതി സി ഡി ബൈ ഒ ഡി. ഒ ഡി എന്ന് വെച്ചാൽ അത് ഒ എ പ്ലസ് എ ഡി ആണ്, നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സി ഡി ബൈ ഒ എ പ്ലസ് എ ഡി എന്നെഴുതാം. ഇനി നമുക്കിവിടെ വേണ്ടത് എ ഡി എന്ന ഈ ഒരു ഭാഗമാണ്. എ ഡി എന്ന് പറയുന്ന ഭാഗം നമ്മൾ മുമ്പ് കണ്ടുവച്ചിട്ടുണ്ട്. ഒ എ എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് അറിയാത്ത ഒരാളെ ഇവിടെ ഉള്ളൂ. അതാരാണ്? അത് സി ഡി ആണ്. എങ്ങനെയാണ് നമ്മൾ സി ഡി കണ്ടെത്തുക? അതിന് വേണ്ടിയിട്ട് ഇവിടെ എ ഡി സി എന്ന് പറയുന്ന ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത്. ഫ്രം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എ ഡി സി. അവിടെ നിന്ന് സി ഡി കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാം. സി ഡി കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? സി ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് എന്ന് ഇക്വേഷനിൽ വരുന്നത് ഏതാണ്? അത് സൈൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ സി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ക്യൂ സൈൻ തീറ്റ ആയിരിക്കും. സി ഡി എന്ന് പറയുന്നത് ക്യൂ സൈൻ തീറ്റയാണ്. കാരണം എ ഡി എന്ന് വെച്ചാൽ അത് ക്യൂ കോസ് തീറ്റയാണ്. അപ്പോൾ സി ഡി എന്തായിരിക്കും? ക്യൂ സൈൻ തീറ്റയാണ്. അപ്പോൾ സി ഡി എന്ന് വെച്ചാൽ അത് ക്യൂ സൈൻ തീറ്റയാണ്. അതിനുശേഷം ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എ ഡി എന്ന് പറയുന്നത് ക്യൂ കോസ് തീറ്റയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ മുമ്പേ കണ്ടുവച്ചതാണ്. അതുകൊണ്ട് ടാൻ ആൽഫ എന്നതിനെ നമ്മൾ മാറ്റി എഴുതാൻ പോവുകയാണ്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു സി ഡിക്ക് പകരം എന്തെഴുതും? ക്യൂ സൈൻ തീറ്റ. ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഒ എ എന്നത് പി ആണ്. പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്നെഴുതാം. അപ്പം നമുക്ക് കിട്ടിയത് ടാൻ ആൽഫയാണ്. അവിടെ നിന്ന് നമുക്ക് വേണ്ടത് ആൽഫയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ടാൻ ഇൻവേഴ്സ് ഓഫ് ഈ ടേം, ടാൻ ഇൻവേഴ്സ് ഓഫ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ എന്ന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ കണ്ടെത്താൻ പറ്റും. ആൽഫയാണ് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്
തീറ്റ എന്ന് പറയുന്ന ഈ ഒരു ആംഗിള് 0 ആകുമ്പോഴും 90 ഡിഗ്രി ആകുമ്പോഴും 180 ഡിഗ്രി ആകുമ്പോഴും എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് തീറ്റ 0 ആകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. തീറ്റ 0 ആണെങ്കിൽ കോസ് 0 എന്തായിരിക്കും? അത് 1 ആണ്. അപ്പോൾ ഇക്വേഷനിൽ എന്താ വരിക? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് 0. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq എന്ന് മാത്രമായി മാറും. ഇതെന്താണ്? ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുന്ന ഫോമിലല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ. എന്താണ് അതിൻ്റെ ആൻസർ? അത് സ്ക്വയർ റൂട്ടും നമ്മുടെ സ്ക്വയറും തമ്മിൽ നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് കിട്ടും. ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് കിട്ടും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിയുടെയും ക്യൂയുടെയും ഇടയിലുള്ള ആംഗിൾ 0 ആണെന്നാണ്. എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? പിയും ക്യൂവും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ്. പിയും ക്യൂ ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുമ്പൊരു വട്ടം കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടെത്താൻ വേണ്ടി അതിനെ രണ്ടിനെയും കൂടി നമുക്ക് കൂട്ടി വെച്ചാൽ പോരെ? അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി നമുക്ക് തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത് എന്താണെന്ന് നോക്കാം. തീറ്റ 90 ആണെങ്കിൽ കോസ് 90 0 ആയിരിക്കും. ഇക്വേഷനിൽ നമ്മൾ കൊണ്ടുകൊടുത്താൽ 2pq കോസ് 90 എന്നുള്ളത് 0 ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്നായിരിക്കും കിട്ടുക. അതായിരിക്കും റിസൾട്ടൻ്റ്. ഇത് ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി തീറ്റ 180 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? 180 ഡിഗ്രി ആണെങ്കിൽ കോസ് 180 എന്ന് പറയുന്നത് -1 ആണ്. കോസ് 180 -1 ആണെങ്കിൽ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ മൈനസ് 2pq എന്ന് വരും. അതിൻ്റെ കാരണം എന്താ? കോസ് 180 -1 ആണ്. ആ -1 ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇത് ഏത് ഫോമിലാണ്? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമിലാണ്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം: ആർ ഇസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ എന്നെഴുതാം. ഓക്കെ, ഇവിടെ സ്ക്വയർ റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോവും. അവസാനത്തെ ആൻസർ എന്തായിരിക്കും വരിക? അവസാനത്തെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്: ആർ ഇസ് ഈക്വൽ ടു പി മൈനസ് ക്യൂ. ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യവും വളരെ സിമ്പിളാണ്. തീറ്റ 180 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിയും ക്യൂവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ്. പിയും ക്യൂവും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അവരുടെ റിസൾട്ടൻ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് കുറക്കുക, അല്ലെങ്കിൽ വലിയ വെക്ടറിൽ നിന്ന് ചെറിയ വെക്ടർ കുറക്കുക. എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ? എങ്ങടായിരിക്കും? വലിയ വെക്ടറിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ മേലെ വലത്ത് ഭാഗത്തു നിന്ന് 5 ന്യൂട്ടണും ഇടത് ഭാഗത്ത് നിന്ന് 3 ന്യൂട്ടണും അങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട് നോക്ക്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മേലെയുള്ള റിസൾട്ടൻ്റ് ഫോഴ്സ്? 5ൽ നിന്ന് 3 പോയാൽ 2 ന്യൂട്ടൺ ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്. അത് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക? 5 ന്യൂട്ടൺ അല്ലേ വലിയ ഫോഴ്സ്. അപ്പോൾ 5 ന്യൂട്ടൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ആ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ആ 3 പാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മളിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 2 പാർട്ടൊക്കെ ആയിരിക്കും ചോദിക്കുക. എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ചോദിച്ചതിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി.